ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി നാരായണപാദങ്ങളിൽ സമർപ്പിച്ച ശ്രീമന്നാരായണീയം, ആ നാരായണീയത്തെ നാരായണീയ മധുരമായി ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം പൊന്നുഗുരുവായൂരപ്പൻ ഗുരുനാഥനായ നാരായണ ഭട്ടതിരി നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന് 223 ദിവസം ശ്രീമന്നാരായണീയത്തിൽ 22 ദശകത്തിൽ അജാമിളോപാഖ്യാനത്തിൽ 2 ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും മനനം എന്ന രീതിയിൽ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സ്വതപ്രശാന്തോപി തദാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. സ്വതഃ പ്രശാന്ത അപി തദാ ഹൃദാശയ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീഭവൻ പുനഃ ഭവന്നാമയുതേ സുതേ രതിം ദധൗ എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത്. സ്വത
പ്രശാന്ത അപി സ. അജാമിളനെ കുറിച്ചാണ് പറഞ്ഞത്. അജാമിളോ നാമ മഹീസുരപുര. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വത പ്രശാന്ത അപി. സാധാരണ രീതിയിൽ സ്വതവേ പ്രശാന്തനാണെങ്കിലും ആ അജാമിളൻ തദാഹൃതാശയ സ്വധർമ്മം ഉത്സൃജ്യ, ദാസിയാൽ വശീകൃതനായിട്ട് തൻ്റെ ധർമ്മത്തെയൊക്കെ ഉപേക്ഷിച്ച്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഗുരോർഗിര കാനനം ഏത്യ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അവിടെയാണ് കുലടയായ ഒരു സ്ത്രീയെ കണ്ടത്, മദാകുലയായ ഒരു സ്ത്രീ. അവളെ മോഹിച്ചു, അവൾ വശീകരിച്ചു. അവളോടുകൂടി ഉല്ലസിച്ച് സ്വധർമ്മം കൈവിട്ടു എന്ന് മാത്രമല്ല, സ്വധർമ്മം ഉത്സൃജ്യ അധർമ്മകാരി, അധർമ്മങ്ങൾ ആചരിച്ചു വരവേ, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ, കൊള്ളയും അതേപോലെ കൊലയും അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്ത അജാമിളൻ ഇപ്പതാ ദശമീഭവൻ പുനഃ, വാർദ്ധക്യം ബാധിച്ചപ്പോൾ, ഇവിടെ ഭാഗവതം പറയുന്നു അദ്ദേഹത്തിന് അഷ്ടാശീതി സമായുഷ എന്നാണ്, 88 വയസ്സായ സമയത്താണത്രേ. ആ സമയത്ത് ഭവന്നാമയുതേ സുതേ രതിം ദധൗ, അവിടുത്തെ നാമമുള്ള മകനിൽ കൂടുതൽ പ്രീതിയുള്ളവനായിട്ട് പ്രിയമുള്ളവനായിട്ട് മാറി എന്ന് പറയുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും മക്കളിൽ പ്രീതി, മക്കളോട് സ്നേഹം, വാത്സല്യം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പേര് ഭഗവാന്റെ നാമമാവുകയും ആ പേര് തന്നെ അവരെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അറിയാതെയാണെങ്കിലും നമ്മളിലും നാമസങ്കീർത്തനം, നാമജപം നടക്കും. അതിനു വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ ഭഗവാന്റെ പേരുകൾ കുട്ടികൾക്ക് ഇടുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയ പരിഷ്കാരികളായി മാറി എന്ന് തോന്നിയപ്പോൾ നമുക്ക് അതൊന്നും പരിഷ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം, പേരൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഒരു കാലത്ത് പേരിടുന്നത് പോലും ഭഗവാന്റെ പേരിടരുത് എന്ന് ചിന്തിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ തലമുറ പൊതുവിൽ ആ പേരിടാം എന്നുണ്ടെങ്കിൽ പോലും വിളിക്കുന്ന സമയത്തേക്ക് വേറൊന്നാക്കും. അതുകൊണ്ട് അർത്ഥമില്ല എന്ന് തന്നെയല്ല, അനർത്ഥം ഒരുപാടുണ്ടാവുകയും ചെയ്യും. ഭഗവാന്റെ നാമം ജപിക്കണില്ല, എന്തൊക്കെയോ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് എന്തൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെയല്ല, നാരായണനാമകം സുതം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ നാളെ കേൾക്കുക. അപ്പം നാരായണൻ എന്ന് പേരിട്ടു 10ാമത്തെ ഉണ്ണിക്ക്. 10 ഉണ്ണികളാണെന്ന് ഭാഗവതം പറയുന്നു. ആ 10ാമത്തെ ഉണ്ണിയെ നാരായണൻ എന്ന് തന്നെ അദ്ദേഹം വിളിക്കുകയും ചെയ്തു. ആ ഉണ്ണിയിൽ വലിയ പ്രിയമുള്ളവനായിട്ട് തീർന്നു എന്ന് പറയുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. സ്വതപ്രശാന്തോപി തദാഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീഭവൻ പുനഃദധൗ ഭവന്നാമയുതേ സുതേ രതിം. നാരായണ 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 ശ്രീനാരായണ. സ്വതവേ പ്രശാന്തനെന്നാൽ ദാസിയാൽ വശീകൃതനായി സ്വന്തം ധർമ്മം അജാമിളൻ കൈവിട്ടുവല്ലോ. ജരാനര ബാധിച്ചപ്പോൾ അവിടുത്തെ നാമമുള്ള തനയനിൽ ഏറെ പ്രിയമുള്ളവനായി. നാരായണ 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 ശ്രീനാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.